അപ്പോൾ അൺഅക്കാഡമി ആപ്ലിക്കേഷൻ ഇത് ഹലോ, എല്ലാവർക്കും ജി കെ വേൾഡ് ആൻഡ് PSC യിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ് ക്വസ്റ്റ്യൻ പോൾ എന്താണെന്നും അതുപോലെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് അറിഞ്ഞു. എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജ് ഒക്കെ വന്നു. എനിവേ ഐ എം സോ ഹാപ്പി. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്നൊരു ചാപ്റ്റർ. ഇതിന്റെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 59 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പൂളിൽ വരുന്നത്. എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വളരെ ചുരുക്കം ചോദ്യങ്ങളാണ്. നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 8-ഓ 10-ഓ ചോദ്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി. അപ്പോൾ അൺഅക്കാഡമി ആപ്ലിക്കേഷൻ ഇതുവരെയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോം വരാൻ നോക്കുക. നമ്മുടെ കേരള PSC-യുമായി ബന്ധപ്പെട്ട ഒരുപാട് അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അൺഅക്കാഡമിയിൽ നിലവിൽ ധാരാളമായിട്ടുള്ള ബാച്ച് കോഴ്സസ് റണ്ണിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 12th ലെവലിന് വേണ്ടിയിട്ട് നമ്മൾ 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത 120 ദിവസത്തെ മെയിൻസ് ബാച്ച് ആണ്. ഇത്രയും അധ്യാപകർ കൂടി ചേർന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം എടുത്തു തരുന്നത്. എല്ലാം സബ്ജക്ട്സ് മെയിൻസിന് വേണ്ടിയിട്ട് 120 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട്, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം തന്നെ 25th സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ദൗത്യം. 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനും ഒപ്പം ഡിഗ്രി ലെവൽ എക്സാമിനും വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ LDC മെയിൻസിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 18th സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ 80 ദിവസത്തെ 12th അതായത് 12th ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പോൾ ധാരാളമായിട്ടുള്ള ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് ഈ അൺഅക്കാഡമി ആപ്ലിക്കേഷൻ വഴി സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഡിഗ്രി ലെവലിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് 1, 8, 15, 22, 29-ാം തീയതി 2 മണിക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് പ്രൈസ് 1 ഇയർ സബ്സ്ക്രിപ്ഷനും 2 മുതൽ 5-ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 1 ഇയർ സബ്സ്ക്രിപ്ഷനിൽ 75% സ്കോളർഷിപ്പും 6 മുതൽ 10-ാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് 50% സ്കോളർഷിപ്പും ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ LDCക്ക് വേണ്ടിയിട്ട് നമുക്ക് രാത്രി 8 മണിക്കാണ് മെയിൻസ് വരുന്നത്. സെയിം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് അതിന്റെ പ്രൈസ് വരുന്നത്. ഒപ്പം തന്നെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്ന് പഠിക്കാം. ഏകദേശം 30-ലധികം അധ്യാപകരുടെ പ്ലസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, എക്സ്റ്റൻസീവ് ആയിട്ടുള്ള സിലബസ് കവറേജും, സൗജന്യ ടെസ്റ്റ് സീരീസ് ധാരാളമായിട്ടുള്ള ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റുകളും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് 1 മാസത്തേക്ക് 1700, 3 മാസം 4250, 6 മാസത്തേക്ക് 7650, 12 മാസത്തേക്ക് 9350, 24 മാസത്തേക്ക് 13500 വരുന്നത്. ഇതിൽ നിന്ന് 10% ഫീസ് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോഡ് SHAFII എന്ന റെഫറൽ കോഡാണ്. ഈ ഒരു റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 10% ഫീസ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2 മാസം കൂടി നിങ്ങൾക്ക് എന്താണ് സൗജന്യമായിട്ട് 2 മാസം കൂടി കിട്ടുന്നതാണ്. അപ്പോൾ മറക്കാതെ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഒപ്പം SHAFII എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇത് നമുക്ക് MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ജസ്റ്റ് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? മുതലാളിത്തം. ഓക്കെ, അപ്പൊ മുതലാളിത്ത വ്യവസ്ഥയാണ് നമ്മൾ പറയുന്ന പോലെ എന്താണ് ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഇനി അടുത്ത് തന്നിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ്: ചുവടെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തീകരിക്കുക. അപ്പൊ നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് പ്രധാനമായിട്ട് 2 രീതിയിൽ പ്രസ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ത്രികക്ഷി സഖ്യവും മറ്റൊന്ന് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും.
അപ്പൊ ത്രികക്ഷി സഖ്യത്തില് 3 ശക്തികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ആളാരാണ്? ജർമ്മനി. ഓക്കെ, ഒരാള് ജർമ്മനി, മറ്റത് ഓസ്ട്രിയ ഹംഗറി ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റലി. ഇറ്റലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണ്? ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്നു, പിന്നീട് തീർന്നു കഴിഞ്ഞപ്പോൾ എങ്ങോട്ടേക്ക് പോയായിരുന്നു? തിരിച്ച് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിലേക്ക് പോയിരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ത്രികക്ഷി സൗഹാർദ്ദം അനുസരിച്ച് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ റഷ്യ തന്നിട്ടുണ്ട്. 2 ശക്തികളുടെ കൂടി പേര് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഒരാൾ ആരായിരുന്നു? ഒരാള് ഫ്രാൻസും അതുപോലെ അടുത്തത് ഇംഗ്ലണ്ടുമായിരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട് ആൻഡ് റഷ്യ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നൊക്കെ നമുക്ക് ഓപ്ഷൻസ് വെച്ച് ഇതുപോലെ മോഡലിലും ചോദിക്കാം. ഓക്കെ, ഇതിൽ മോഡൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ 4ാമത്തെ ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പാൻസ്ലാവ് പ്രസ്ഥാനം ബി ഫ്രാൻസ്ലാവ് പ്രസ്ഥാനം ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടേതായിരുന്നു കേട്ടോ. റഷ്യയുടേതായിരുന്നു. ഫ്രാൻസിന്റെ വരുന്നത് പ്രതികാര പ്രസ്ഥാനമാണ്. പ്രതികാര പ്രസ്ഥാനം. അപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം ഈ മോഡൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് മോഡൽ നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം. വീണ്ടും നമ്മൾ പറയാണ് 2 രീതിയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും പോലെ തന്നെ അടുത്തതായിട്ട് വരുന്നതായിരുന്നു നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ അച്ചുതണ്ട് ശക്തികൾ. അപ്പൊ അച്ചുതണ്ട് ശക്തികളിൽ വന്നിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്? ഓൾറെഡി നമുക്ക് ഇറ്റലി തന്നിരുന്നു, ജർമ്മനിയും അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്ന ഏതായിരുന്നു? ജപ്പാനുമായിരുന്നു. ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാനാണ് അച്ചുതണ്ട് ശക്തികള്. ഓക്കെ, അതുപോലെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് 5ാമത്തെ ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം. ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ ഗാന്ധിജി നമുക്കറിയാം എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു അല്ലെ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു ഗാന്ധിജി. ദക്ഷിണാഫ്രിക്കയിൽ ആരായിരുന്നു? നെൽസൺ മണ്ടേല അല്ലെ. ആരാണ്? നെൽസൺ മണ്ടേലയാണ് ദക്ഷിണാഫ്രിക്കയില്. ക്വാമി എൻക്രൂമയിൽ ആരായിരുന്നു? ക്വാമി എൻക്രൂമ ഏത് രാജ്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്? ഘാനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ. ഘാന. കെനിയയ്ക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ് ജോമോ കെനിയാത്ത. ആരാണ്? ജോമോ കെനിയാത്ത. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ശരി, ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനവുമായി ജവഹർലാൽ നെഹ്റു നമുക്കറിയാം ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ലെ. ഇന്ത്യയിലെ ചേരിചേരാ പ്രസ്ഥാനത്തിന് പ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇനി ഈജിപ്തിൽ ആരായിരുന്നു? ഈജിപ്തില് ഗമാൽ അബ്ദുൽ നാസർ ആയിരുന്നു. ആരാണ്? ഗമാൽ അബ്ദുൽ നാസർ. ഗമാൽ അബ്ദുൽ നാസർ. ഗമാൽ അബ്ദുൽ നാസർ ആണ് ഈജിപ്ത്. ദെൻ മാർഷൽ ടീറ്റോയിൽ ആരായിരുന്നു? മാർഷൽ ടീറ്റോ ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടിയത്? അദ്ദേഹം യൂഗോസ്ലാവിയ. ഏതാണ്? യൂഗോസ്ലാവിയയ്ക്ക് വേണ്ടിയിട്ടാണ് മാർഷൽ ടീറ്റോ പോരാടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇന്തോനേഷ്യക്ക് വേണ്ടിയിട്ട് ആരായിരുന്നു? അഹമ്മദ് സുകാർണോ. ആരാണ്? അഹമ്മദ് സുകാർണോ. അഹമ്മദ് സുകാർണോ ആണ് ഇന്തോനേഷ്യയിൽ വേണ്ടിയിട്ട് പോരാടിയത്. ശരി, 8ാമത്തെ ചോദ്യം നോക്കുക. താഴെ തന്നിരിക്കുന്നവയില് കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നോക്കുവാണെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണമാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് വരുന്നതാണ് ബാന്തോങ് സമ്മേളനം. 3ാമത് വരുന്നതാണ് ബെൽഗ്രേഡ് സമ്മേളനം. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് ഓസ്ലോ കരാർ വരുന്നത് കേട്ടോ. ഓസ്ലോ കരാർ. ഇങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ വരാവേ. ശരി, അപ്പൊ 8ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 9ാമത്തെ ചോദ്യമാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞ്. അപ്പൊ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എയിൽ നൽകിയിരിക്കുന്നവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തി ബി പൂർത്തീകരിക്കുക. സാധാരണ മാത്സിലൊക്കെ നമുക്ക് ഇങ്ങനെ എയും ബിയും കണ്ടെത്തി 3ാമത്തെ ടേം കണ്ടുപിടിക്കാനൊക്കെ മെന്റൽ എബിലിറ്റിയിലൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹിരോഷിമയിൽ ഉപയോഗിച്ച ബോംബായിരുന്നു ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബ് ഏതായിരുന്നു? ഫാറ്റ് മാൻ അല്ലെ. ഏതാണ്? ഫാറ്റ് മാൻ. ദെൻ അടുത്തത് ജർമ്മനി ത്രികക്ഷി സഖ്യത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസും ഏത് തന്നെയായിരുന്നു?
ത്രികക്ഷി സൗഹാർദ്ദ സഖ്യമായിരുന്നു. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം. ഓക്കെ, അടുത്തത് മുസോളിനി കരിങ്കുപ്പായക്കാർ. മുസോളിനിയുടെ പട്ടാളക്കാരായിരുന്നു കരിങ്കുപ്പായക്കാർ. അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ, ഇത് പ്രീവിയസ് ചോദ്യമാണ്, LDC പത്തനംതിട്ട പാലക്കാട് ചോദ്യത്തിൽ ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഹിറ്റ്ലറിന്റെ എന്താണ്? തവിട്ട് കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ കുപ്പായക്കാർ അല്ലെ, തവിട്ട് കുപ്പായക്കാർ, തവിട്ട് കുപ്പായം. മുസോളിനി ഏതാണ്? കരിങ്കുപ്പായക്കാർ. അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ് ജർമ്മനി വരുന്നത്. പ്രതികാര പ്രസ്ഥാനത്തിൽ ആരായിരുന്നു? ഫ്രാൻസ് ഉണ്ടായിരുന്നു അല്ലെ, ഫ്രാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ, ഈ ചോദ്യം ഓക്കെ ആണല്ലോ. ശരി, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യമാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിൽ കുറെ തന്നിട്ടുണ്ട്, നോക്കാം. 1ാമത്തെ ചോദ്യം നോക്കാം. ഹോഹൻസോളർ രാജവംശം ഭരിച്ചിരുന്ന രാജ്യം ഏതാണ്? ഉത്തരം ജർമ്മനി. ഉത്തരം ജർമ്മനി. 1ാം ലോക യുദ്ധവുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? നോക്കാം. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം, അച്ചുതണ്ട് ശക്തികൾ, ബാൽക്കൻ പ്രതിസന്ധി. ഇതിൽ അച്ചുതണ്ട് ശക്തികളാണ് 1ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെടാത്തത് കേട്ടോ. ജോമോ കെനിയാത്ത സാമ്രാജ്യത്വ വിരുദ്ധ സമരം നയിച്ച രാജ്യം നമ്മൾ തൊട്ട് മുമ്പ് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? കെനിയയാണ്. കെനിയ. എല്ലാ യുദ്ധവും അവസാനിക്കാനായി ഒരു യുദ്ധം. ഈ പ്രസ്താവന ആരുടേതാണ്? നമുക്കറിയാം ആരുടേതായിരുന്നു? വുഡ്രോ വിൽസന്റേതാണ്. വുഡ്രോ വിൽസന്റേതാണ് കേട്ടോ. ശരി, നമുക്കിനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പട്ടിക ക്രമപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. 1ാമത്തത് ഫ്രാൻസിസ് ഫെർഡിനൻഡ്. ഏതാണ്? ഗാവ് ലെപ്രിയൻസ്. ഗസ്റ്റപ്പോ വരുന്നത് ആരാണ്? ഗസ്റ്റപ്പോ ഹിറ്റ്ലറിൻ്റെതായിരുന്നു. റോമനോ വരുന്നത് റഷ്യയുടേതായിരുന്നു. പാസ്റ്റർ മാർട്ടിൻ നിമോയിലർ വരുന്നത് ജർമ്മൻ പുരോഹിതനായിരുന്നു. ആൻഡ് 12th ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ജവഹർലാൽ നെഹ്റു ഇന്ത്യ. ഗമാൽ അബ്ദുൽ നാസർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, ഈജിപ്ത്. ഇത് നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആണ് വരുന്നത്. മാർഷൽ ടീറ്റോ വരുന്നത് ഏതാണ്? യുഗോസ്ലാവിയാണ്. യുഗോസ്ലാവിയാണ്. അതുപോലെ അഹമ്മദ് സുക്കാർണോ വരുന്നത് ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ആൻഡ് 13th ക്വസ്റ്റ്യൻ 13ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കാലഗണനാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരീസ് സമ്മേളനമാണ് 1ാമത്തത്. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 2ാമത്തെ ചാപ്റ്റർ ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു സീരീസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.